രാഷ്ട്രീയക്കാരാണ് മിക്കവാറും സെൻസർ ബോർഡ് മെമ്പർമാരാവുന്നത്. വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് സെൻസർ ബോർഡ് മാറിയിട്ടുണ്ട്. അതിനെതിരായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. നന്ദനം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന കാലം മുതൽ പൃഥ്വിരാജിനെ അറിയാം. പിന്നീട് പൃഥ്വിരാജിനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്തു. രാജുവിനെ ഏറ്റവും അടുത്ത് നന്നായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ രാജുവിൻ്റെ പ്ലസ്സും മൈനസും എന്തൊക്കെയാണ്? പൃഥ്വിരാജിൻ്റെ മൈനസ് ഒന്നും എനിക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പ്ലസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത, ജോലിയോടുള്ള ആത്മാർത്ഥതയും പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറെ ഞാൻ അധികം കണ്ടിട്ടില്ല. കാര്യം ഞാൻ കഴിഞ്ഞ തവണ രാജുവിനെ ലൊക്കേഷനിൽ പോയി കണ്ടപ്പോഴും ഞാൻ ചോദിച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്രയും സിനിമകൾ രാജുവിൻ്റെ ലിസ്റ്റിൽ ഈ മാസം ഒരു സിനിമ ചെയ്യുന്നു, അടുത്ത മാസം രാജമൗലിയുടെ സിനിമ ചെയ്യുന്നു, എൻ്റെ ഇടയ്ക്ക് ഹിന്ദി സിനിമ ചെയ്യുന്നു, ഇവിടെ മലയാളത്തിൽ 2-3 സിനിമകൾ ചെയ്യുന്നു. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് പറക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. മിക്കവാറും ആൾക്കാരും ഒരു സിനിമ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് അടുത്ത സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ദിവസത്തിൽ 18 മണിക്കൂറിലധികം ജോലി ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ അപൂർവം ആക്ടേഴ്സേ ഉള്ളൂ. അതിലൊന്ന് പൃഥ്വിരാജാണ്. ഇത്രയും എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഈ മനസ്സും ശരീരവും എപ്പോഴും ഇങ്ങനെ ഈ ഊർജ്ജസ്വലമായിട്ട് നിർത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ രാജുവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലമാണ് രാജുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ രാജുവിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും പിന്നെ എല്ലാ സിനിമകളെക്കുറിച്ചും, സിനിമകളുടെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചും അല്ലാത്ത സൈഡിനെ കുറിച്ചും എല്ലാം രാജു അപ് ടു ഡേറ്റ് ആണ്. അതായത് ലോകത്തുള്ള സിനിമകളെക്കുറിച്ചെല്ലാം അപ്പപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുകയും എൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് രാജുവിൻ്റെ. ഇതെല്ലാം ഒരു വലിയ പ്ലസ് പോയിന്റ്സ് ആണെല്ലാം. പിന്നെ മൈനസ് പോയിന്റ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആകെ ഒരു മൈനസ് പോയിന്റേ ഉള്ളൂ. ഈ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ല. മുഴുവൻ സമയവും രാജു ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ ഒരു മൈനസ് എന്ന് പറയാനുള്ളത്. അത് മൈനസ് അല്ല, ഒരു കണക്കിന് രാജുവിൻ്റെ പേഴ്സണലി, രാജുവിൻ്റെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് മൈനസ് അല്ല, രാജുവിനെ സംബന്ധിച്ച് ചിലപ്പോൾ അതായിരിക്കാം ഒരു ഏക മൈനസ് പോയിന്റ് എന്ന് പറയാനുള്ളത്. സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് രഞ്ജിത്താണ്. ഞാൻ രഞ്ജിത്തിനെ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് നീലഗിരി എന്ന സിനിമ, ശശിയേട്ടൻ്റെ സിനിമ രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതിയ സമയത്താണ് പരിചയപ്പെടുന്നത്. ദേവാസുരം മുതലാണ് എനിക്ക് രഞ്ജിയായിട്ടൊരു നല്ല അടുത്ത ബന്ധം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ന് വരെ നല്ല അടുത്ത ബന്ധമുണ്ട്. പക്ഷെ അതൊരു സുഹൃത്ത് എന്നതിനേക്കാൾ അപ്പുറമാണ്. സുഹൃത്ത് എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാകും. അത് അങ്ങനത്തെ ലിമിറ്റേഷൻ ഒന്നുമില്ല. അതിനപ്പുറം എൻ്റെ ഏറ്റവും അടുത്ത അഭ്യുദയകാംക്ഷിയാണ്, വെൽവിഷറാണ്, എൻ്റെ ഏറ്റവും വലിയ, എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. ഏത് കാര്യത്തിനും എപ്പോൾ വേണമെങ്കിലും ചെന്ന് സംസാരിക്കാവുന്ന, ചെന്ന് കാണാവുന്ന ഒരാളാണ്. ഇപ്പോൾ സുഹൃത്ത് എന്ന ഒരു വാക്കിനകത്ത് ഒതുങ്ങി നിൽക്കാവുന്ന ഒരു ബന്ധമല്ല അത്. സ്വന്തമായി എഴുതിയ ഒരു തിരക്കഥയുമായിട്ടാണല്ലോ പണ്ട് ചെന്നൈയിലേക്ക് പോയത്. അതെന്തായി? കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഡോക്ടറെ കാണിച്ചു. തിരക്കഥ വായിച്ചിട്ടാണ് പുള്ളി പറഞ്ഞത് തിരക്കഥയൊക്കെ കൊള്ളാം, പക്ഷേ തിരക്കഥ അവിടെ നിൽക്കട്ടെ, നീ സംവിധാനം പഠിക്കുക, ഞാൻ ഹരിഹരനെ പരിചയപ്പെടുത്തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് തന്ന് ഹരിഹരൻ സാറിൻ്റെ അടുത്തേക്ക് എന്നെ അയക്കുന്നത് തിരക്കഥ വായിച്ചിട്ടാണ്. ആ തിരക്കഥ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, സിനിമയാക്കിയിട്ടില്ല. പിന്നീട് തിരക്കഥ വല്ലതും എഴുതിയോ? ഒരു തിരക്കഥ ഞാൻ എഴുതിയത് വർഗം എന്ന സിനിമയുടെ തിരക്കഥയാണ്. അത് അമ്മക്കിളിക്കൂട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത സിനിമ എന്തായിരിക്കണം എന്ന് ആലോചിച്ച് സമയം മാറ്റി വെച്ചൊന്നുമില്ല. ഞാൻ രഞ്ജിയുടെ കൂടെ വേറെ പടങ്ങൾ വർക്ക് ചെയ്യാൻ പോയി, അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ അടുത്ത സിനിമ അമ്മക്കിളിക്കൂട് പോലുള്ളൊരു സിനിമ ആയിരിക്കരുത്, വേറെ തരം സിനിമ ആയിരിക്കണം എന്നുള്ളൊരു ധാരണയിൽ ഞാൻ തന്നെ ഒരു കഥ ആലോചിച്ചിട്ട് ഉണ്ടാക്കിയൊരു സ്ക്രിപ്റ്റാണ് വർഗം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ്. അത് രാജുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അവന് ഇഷ്ടമായി. അതിനകത്ത് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എനിക്കിപ്പോഴും സിനിമ കാണുമ്പോൾ അതിനകത്ത് ഒരുപാട് കുഴപ്പങ്ങൾ എനിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഒരു സ്ക്രിപ്റ്റ് വർഗത്തിൻ്റെ പാർട്ട് 2, വർഗം 2, അതിൻ്റെ കഥയുടെ തുടർച്ച അല്ലെങ്കിൽ പോലും ആ ക്യാരക്ടറിനെ വെച്ചിട്ട് വേറൊരു സിനിമ ചെയ്യാമെന്ന് രാജുവിനോട് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ആലോചിച്ചു. എന്നോട് തന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു. പിന്നെ പക്ഷേ എനിക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഇപ്പോഴും ആഗ്രഹമുണ്ട്, ഞാൻ എഴുതാൻ തയ്യാറാണ്. പക്ഷേ എനിക്കെന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ റൈറ്ററൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ കുറേ സമയം വേണം. ഒരു 6-7 മാസം, ചിലപ്പോൾ 1 വർഷമൊക്കെ സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനങ്ങനെ 1 വർഷം സിനിമ വിട്ട് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിന് മെനക്കെട്ടിട്ടില്ല. പക്ഷേ എനിക്കൊരു സിനിമ ചെയ്യണം, തീർച്ചയായിട്ടും ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു സിനിമ ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്. ചെയ്യും തീർച്ചയായിട്ടും. 25ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സിനിമകളായിരുന്നു. ഈ സിനിമകളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ സിനിമ ഏതായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമ ഇഷ്ടമെന്ന് പറയാനില്ല. എനിക്ക് ഇഷ്ടം ചെയ്ത സിനിമകളിൽ എനിക്ക് ഭൂരിഭാഗം എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ആലോചിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് പലതും ഞാൻ ചെയ്ത് ഭയങ്കര ബാലിശമായി പോയി, മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ബാലിശമായി പോയി. ഇപ്പോൾ ഒന്നുകൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടെ നന്നായിട്ട് ചെയ്യുന്നതൊക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ എൻ്റെ സിനിമകൾ രണ്ടാമത് ഒന്നുകൂടെ കാണാനുള്ള ധൈര്യം പലപ്പോഴും എനിക്ക് ഉണ്ടാവാറില്ല.
എങ്കിൽ പോലും എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സിനിമയാണ്. ഒരു ബൊളീവിയൻ ഡയറി എന്ന് പറഞ്ഞിട്ടൊരു ഡി കമ്പനി എന്നൊരു സിനിമ ഞങ്ങൾ 3 ഡയറക്ടേഴ്സ് കൂടെ ചെയ്തിരുന്നു. ഞാൻ, ദീപൻ, വിനോദ് വിജയൻ. അതിൽ ഞാൻ ചെയ്തൊരു സിനിമയുണ്ട്, ആസിഫ് അലി അഭിനയിച്ച ഒരു ബൊളീവിയൻ ഡയറി എന്ന് പറയുന്നൊരു കഥ. ആ സിനിമയാണ് പേഴ്സണലി എനിക്ക് എൻ്റെ സിനിമകൾ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ആ സിനിമയാണ്. ഒരു കാലത്ത് കേരളം ഏറെ ചർച്ച ചെയ്ത സമകാലിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന സിനിമയായിരുന്നു ജോസഫ്. ആ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിൻ്റെ ആരംഭം ശരിക്ക് പറയേണ്ടത്, ഞാൻ ഒടിയൻ എന്ന സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തവണ ഷാഹി ഒരു സുഹൃത്തായിട്ട് എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നിരുന്നു. സുഹൃത്ത് എനിക്കറിയാവുന്ന ഒരാളാണ്, ആലപ്പുഴയുള്ള അബി എന്ന് പറയുന്നൊരു ഫ്രണ്ടാണ്. പുള്ളി ഒരു റൈറ്ററാണ്. ഷാഹി ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഷാഹി കബീർ കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് തന്നത് ഞാൻ വായിക്കാം. നമ്മൾ സ്ക്രിപ്റ്റ് വാങ്ങിച്ചു വെച്ചു. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന സ്ക്രിപ്റ്റ് അവിടെ വെച്ചു. ഞാൻ വായിച്ചില്ല. കുറേ സ്ക്രിപ്റ്റുകൾ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഇടയ്ക്കൊരു ഗ്യാപ്പ് സമയം കിട്ടിയപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് എടുത്ത് വെറുതെ ഒന്ന് വായിച്ചു നോക്കി. വായിച്ച് തുടങ്ങിയപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ഇപ്പോൾ അങ്ങനെ താഴെ വയ്ക്കാൻ തോന്നിയില്ല. ഒറ്റയടിക്ക് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് തീർത്തു. അപ്പോൾ നല്ല രസമുള്ള സ്ക്രിപ്റ്റാണ്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല എമോഷനാണ്. അപ്പോൾ തന്നെ ഞാൻ ഷായിനെ വിളിച്ചു, ഒന്ന് വരാൻ പറഞ്ഞു. ഷായി വന്നു, കണ്ടു. ഞാൻ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആരഭിനയിക്കുമാർ പ്രൊഡക്ഷനിലൊക്കെ വേറെ കാര്യം, എനിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടമായി, ബാക്കി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരായിരിക്കണം ഹീറോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ബിജു മേനോനെ പോലെ ഒരാളൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഷായിയോട് പറഞ്ഞു ബിജു എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാര്യം വെച്ചാൽ ബിജുവിനൊക്കെ വെച്ചാൽ നമുക്കൊരു പ്രൊഡക്ഷൻ കിട്ടില്ല, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ബിജു അല്ല ശരിക്കും ചെയ്യേണ്ടത്. എൻ്റെ മനസ്സിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന രൂപം എന്ന് പറയുന്നത് ജോജുവിൻ്റെയാണ്. ജോജു ജോർജാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ ജോജുവിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ജോജുവിനൊരു കഥയുണ്ട്, എൻ്റെ ഒരു പടത്തിൽ ഹീറോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോജു അതുവരെ ഒരു പടത്തിൽ ഹീറോ ആയിട്ടില്ല. അപ്പോൾ ജോജു എന്താ ക്യാരക്ടർ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ റിട്ടയർഡ് ആയിട്ടുള്ളൊരു പോലീസുകാരൻ്റെ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു മറ്റേ പോലീസുകാരൻ്റെ സ്ക്രിപ്റ്റാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ, ഷായിയുടെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ചോദിച്ചു പറഞ്ഞു എനിക്കിത് ബൈഹാർട്ടാണ് ആ സ്ക്രിപ്റ്റ്, ഞാൻ എത്രയോ തവണ വായിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്ക്രിപ്റ്റ് നേരത്തെ ജോജു വായിച്ചാണ്, സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചാണ്, പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയതാണെന്നൊക്കെ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഏതായാലും അതൊരു വലിയ നിമിത്തമായി. ഞാൻ ജോജിയുടെ അടുത്ത് പോയി കണ്ടു, നമ്മളങ്ങനെ സിനിമയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാകുന്നത്. തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസർ മാറി, കുറച്ച് ഇഷ്യൂസ് ഉണ്ടായത്. മാറി ഇഷ്യൂസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആ സമയത്താണ് ഈ പ്രളയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് 2-3 ഷെഡ്യൂളായി, പ്രൊഡ്യൂസർ മാറി. അതിനുശേഷം ഞാൻ എൻ്റെ വേറെ 2 സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയും ബ്രേക്കായി. അപ്പോഴാണ് ജോജു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ജോജു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോജുവിന് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. തീർച്ചയായിട്ടും ധൈര്യം ഉണ്ടെന്ന് ജോജു പറഞ്ഞു. ജോജു തന്നെയാണ് പ്രൊഡക്ഷൻ ഏറ്റെടുത്തത്. അങ്ങനെയാണ് സിനിമ കംപ്ലീറ്റ് ആയത്. അതെല്ലാം ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിമിത്തം എന്ന് മാത്രമല്ല, അതിനകത്ത് ജോജു എടുത്തൊരു എഫർട്ടുണ്ട്, ഒരു റിസ്ക്കും ഉണ്ട്, എഫർട്ടുണ്ട് അതിനകത്ത്. നല്ല എഫർട്ടാണ് ജോജുവിന് വേണ്ടി എടുത്തത്. ജോജു എടുത്ത് ഭയങ്കര റിസ്ക്കാണ്. റിസ്കിൻ്റെയും മറ്റേ ഈ എഫർട്ടിൻ്റെയും ബലം തന്നെയാണ് തീർച്ചയായിട്ടും ജോസഫ് എന്ന് പറയുന്ന സിനിമ. ജോസഫ് എന്ന സിനിമയുടെ തമിഴ് വന്നു, ഇപ്പോൾ ഹിന്ദി ചെയ്തുകൊണ്ടിരിക്കുന്നു. 3ഇടത്തും പൊതുവായി കാണുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പൊതുവായിട്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ നമ്മൾ അപ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് ഒരുപക്ഷെ നമുക്ക് മറ്റു ലാംഗ്വേജുകളിൽ കിട്ടിക്കൊള്ളുന്നില്ല. വേറെ കൊണ്ടല്ല, ഒന്ന് നമ്മുടെ ഭാഷ, പിന്നൊന്ന് നമ്മുടെ ആക്ടേഴ്സ്. മലയാളത്തിൽ നമ്മൾ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ. അത് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ അത്രയും മികച്ച ആക്ടേഴ്സോ മികച്ച ടെക്നീഷ്യൻസോ മറ്റു ഭാഷകളിലില്ല. അത് സത്യമാണ്. ഉണ്ടായിരിക്കും, പക്ഷെ എണ്ണം വളരെ കുറവാണ്. കുറച്ച് പേരുണ്ട്, പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും ഒരു 90% ആൾക്കാർ നല്ല ടൈമിംഗ് ഉള്ള, നല്ല അഭിനയ ബോധമുള്ള, ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണയുള്ള ആളുകളായിരിക്കും. അവിടെ പലപ്പോഴും അങ്ങനെയല്ല. രഞ്ജിത്ത് ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ജയിച്ചവന്റെ കളിസ്ഥലമാണ് സിനിമ. അത് കേട്ടിട്ടുണ്ട്? തീർച്ചയായിട്ടും അത് സിനിമയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്ന സത്യമാണത്. വെച്ചാൽ ജയിച്ചവൻ്റെ കളിക്കളം തന്നെയാണ് സിനിമ. ഞാൻ സിനിമ ചെയ്യുന്നത് 2003 ആദ്യത്തെ സിനിമ ചെയ്യുന്നത്, അമ്മക്കിളിക്കോട്. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ ഡയറക്ടർ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ താഴെ ഉണ്ടായിരുന്ന, അതിന് ശേഷം സിനിമയിൽ വന്ന എത്രയോ ചെറുപ്പക്കാർ അതിന് ശേഷം ഇവിടെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നെക്കാളും വലിയ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്, എന്നെക്കാളും വലിയ പേരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതായത് നമുക്ക് ആരാണോ ആ സമയത്ത് സിനിമയിൽ ജോജിത വൈസൊക്കെ എന്ന് പറഞ്ഞ പോലെ ആരാണോ ജയിക്കുന്നത് അവരാണ് രാജാവ് സിനിമയെ സംബന്ധിച്ച്. അപ്പം നമ്മൾ എപ്പോഴും ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മൾ ഒരു സിനിമ ചെയ്തു സൂപ്പർ ഹിറ്റായി. അപ്പോൾ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെ എടുത്തു പോക്കാനും പൊക്കി കാണിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അത് എല്ലാ കാലവും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കരുത്.
ശേഷം വേറൊരാൾ വരും, വേറെ സൂപ്പർ ഹിറ്റ് ഉണ്ടാവും. അപ്പോൾ സിനിമ അവരുടെ പുറകെ പോകും. താരങ്ങൾ, പുതിയ പുതിയ താരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പഴയ താരങ്ങൾ വിസ്മരിക്കപ്പെടും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ AI കാലമാണല്ലോ. പുതിയ സിനിമാ രീതികളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് പുതിയ സിനിമയിൽ ഒരുപാട് ടാലൻസ്, ഒരുപാട് സിനിമയിൽ പഴയതിനേക്കാൾ ഒരുപാട് പുതിയ ആളുകൾക്ക് അവസരങ്ങൾ ഇപ്പോഴുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു സിനിമ പഠിക്കണമെങ്കിൽ, ഒരു സംവിധാനം പഠിക്കണമെങ്കിൽ നമ്മൾ മദ്രാസിൽ പോയി അവിടെ ഈ കുടമ്പൊക്കെ തലഞ്ഞിരിഞ്ഞ് പല ഡയറക്ടേഴ്സിനെ കണ്ട് അവരുടെ പുറകെ നടന്ന് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ. ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരാൾക്ക് സിനിമ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അയാളുടെ മനസ്സിൽ സിനിമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അതിനുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. കൂടുതൽ അവസരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ വളരെ കടുത്താണ്. ഭയങ്കര മത്സരമുണ്ട് സിനിമയ്ക്കകത്ത്. ഈ മത്സരം ഒരു കണക്കിന് നല്ലതാണ്. കാര്യം അത് കൂടുതൽ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാകാൻ അത് നമ്മൾ സഹായിക്കാറുണ്ട്. ഇന്നും ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫിലിം മേക്കേഴ്സ് ആരാന്ന് വെച്ചാൽ തീർച്ചയായും നമ്മൾ മലയാളികളാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ പുതിയ ഒരുപാട് ടാലൻസിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നു, ഒരുപാട് ടാലൻസിന് അവസരം കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പുതിയ കാലഘട്ടം പഴയ കാലഘട്ടത്തിനേക്കാൾ എല്ലാ രീതിയിലും വളരെ മികച്ചതായിരുന്നു എന്നാണ് ഞാൻ പറയുക. ഒരിക്കലും അതിനെപ്പറ്റി പുതിയ ജനറേഷനെ പറ്റിയിട്ട് ഒന്നും മോശമായിട്ട് പറയാനില്ല. കുടുംബവിശേഷങ്ങൾ എന്തൊക്കെയാണ്? കുടുംബം എന്തു പറയുന്നു? അവർ സപ്പോർട്ടാണ്. അവർ സിനിമ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. എല്ലാ സിനിമയും കാണുന്ന ആൾക്കാരാണ്, സിനിമയെ വിമർശിക്കുന്ന ആൾക്കാരാണ്. എല്ലാവിധ സപ്പോർട്ടും അവർ തരാറുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. പിന്നെ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ കുടുംബവും സിനിമയും തമ്മിൽ മാറ്റിയെടുത്താറില്ല. ഞാൻ പോകുന്ന സിനിമകളുടെ ലൊക്കേഷനിൽ എൻ്റെ ഫാമിലി മിക്കവാറും ദിവസങ്ങളിൽ അവരുണ്ടാവും. ആരെയായാലും മക്കളായാലും അവരുണ്ടാവും. സ്കൂളില്ലാത്ത സമയത്ത് അവരുണ്ടാവും. എൻ്റെ മൂത്തമോൻ അവൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമയിൽ തന്നെ ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തിരക്കഥ എഴുതാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇന്നത്തെ സിനിമ സെൻസറിങ് നിയമങ്ങളെക്കുറിച്ച് എന്ത് തോന്നുന്നു? എന്താണ് അഭിപ്രായം? അന്ന് ഇന്നും സെൻസർ നിയമങ്ങളുടെ മാറ്റമൊന്നുമില്ല. നിയമങ്ങൾ അന്ന് ഇന്നും ഒരു നിയമങ്ങൾ തന്നെയാണ്. അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം എന്ന് പറയുന്നത്. പണ്ട് രാഷ്ട്രീയം ഇതിനകത്ത് അത്രയും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. സെൻസർ ബോർഡ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരാണ് മിക്കവാറും സെൻസർ ബോർഡ് മെമ്പർമാരാവുന്നത്. രാഷ്ട്രീയത്തുമായിട്ട് ബന്ധമുള്ള രാഷ്ട്രീയക്കാരായിരിക്കണമെന്നില്ല. ഓരോ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള അവരുടെ രാഷ്ട്രീയത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ കലാകാരന്മാരായ ആളുകളെ അതിലേക്ക് സെൻസർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് പച്ചയായ രാഷ്ട്രീയക്കാരെ സെൻസർ ബോർഡിലേക്ക് കയറ്റി അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ അനുവദിക്കുക, അല്ലാത്ത സിനിമകളെ കടുംപെട്ട് വെട്ടുക, അല്ലാതെ അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നൊരു വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് സെൻസർ ബോർഡ് മാറിയിട്ടുണ്ട്. സെൻസർ നിയമങ്ങൾ മാറിയിട്ടുണ്ട്. അതിനെതിരായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതിഷേധിക്കണം. ഇപ്പോൾ ജനനായകൻ എന്ന സിനിമ തന്നെ എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും തോന്നില്ല അത് ഇങ്ങനെ നിരോധിക്കപ്പെടേണ്ട ഒരു സിനിമ ആയിരിക്കും എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാര്യം വിജയ് എന്ന് പറയുന്നൊരു നടനെ സംബന്ധിച്ച് അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം കൊമേഴ്സ്യൽ എലമെൻറ്റ്സ് മാത്രം നോക്കി സിനിമ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ചിലപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ സെൻസർ ബോർഡിൽ ഉണ്ടായിരിക്കും. അതൊക്കെ ആയിരിക്കും ആ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടാവുക. അത് തന്നെയാണ് നമ്മുടെ പല സിനിമകൾക്കും പലപ്പോഴും പറ്റിയിട്ടുള്ളത്. ഏറ്റവും അവസാനം ഹാൽ എന്ന് പറയുന്ന സിനിമ വരെ, ആ സിനിമ ഞാൻ കണ്ടു. സിനിമയ്ക്കകത്ത് അങ്ങനെ നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. കാര്യം വെച്ചാൽ ഇന്നത്തെ കാലത്ത് ജാതി മതത്തിനപ്പുറം പ്രണയം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്, ജാതിക്കും മതത്തിനും അപ്പുറം പ്രണയം എന്ന് പറയുന്നത് എത്രയോ വലുതാണെന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതിനെ ആ ഒരു അവസ്ഥയിൽ നോക്കിക്കാണുന്നതിന് പകരം അതിനകത്ത് ജാതി മതവും കണ്ടെത്താൻ ശ്രമിക്കുകയും അതിനകത്ത് രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അപലപിക്കപ്പെടേണ്ട ഒന്നാണ്. സിനിമയ്ക്ക് മാത്രമേ ഇവിടെ സെൻസർഷിപ്പ് ഉള്ളൂ. ഇവിടെ ബാക്കി പത്രങ്ങൾക്കില്ല, മാധ്യമങ്ങൾക്കില്ല, ബാക്കി ഒന്നും സെൻസർഷിപ്പില്ല. ഓൺലൈൻ മാധ്യമങ്ങൾക്കില്ല. എല്ലാം FB പേജിലായാലും അല്ലെങ്കിൽ ട്വിറ്ററിലായാലും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. അതൊന്നും ഇല്ലാത്ത ഒരു സെൻസർഷിപ്പ് സിനിമയ്ക്ക് മാത്രമായിട്ട് ആവശ്യമുണ്ടെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. അത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ചെയ്യാൻ പോകുന്ന സിനിമ ഏതാണ്? റോഷൻ മാത്യു നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നു. അത് മിക്കവാറും അടുത്ത 2-3 മാസത്തിനുള്ളിൽ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പേര് നമ്മളിതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ഈ സണ്ണി ഡിയോൾ നായകനായി അഭിനയിക്കുന്ന ജോസഫിൻ്റെ ഹിന്ദി റീമേക്കാണ്. അതും ഒരു 3-4 മാസത്തിൽ റിലീസ് ചെയ്യും. താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. ഇനിയും ധാരാളം നല്ല സിനിമകൾ സംവിധാനം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.